Welcome back. Now, trouble seems to be brewing for Kerala Chief Minister Pinarayi Vijayan's daughter Veena Vijayan after Enforcement Directorate filed a case under the PMLA against her. Now, ED's case pertains to alleged illegal payments made to Veena Vijayan's firm by a mineral company. ED alleged that Kochi-based Kochi Minerals and Retail Limited made a payment of over 1 crore to Exalogic Solutions, which is owned by Veena Vijayan, even though no services had been provided. Meanwhile, political war of words erupted over the matter, with the CPIM attacking the centre, saying that the case was a political vendetta at the time of elections. The BJP in turn slammed the CPIM, saying that the party was only trying to hide its corruption. See, the central investigative agencies have initiated action against Chief Minister's daughter. Those who say this is harassment, this is political attacks, they should first explain what was the service provided by the Chief Minister's daughter. So that is why this is considered as a kickback. So for the kickback, naturally there will be an inquiry, things will have to come out. ഈടിന്റെ കാര്യം കൊണ്ടുണ്ടാ കൂലിക്ക് പണിക്കുന്ന പണിയിടുന്നല്ലേ, അതിനെന്താ വലിയ വിശ്വാസം? നിങ്ങൾക്കെന്താ വലിയ വിശ്വാസമാണ്? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇഡി. ഇഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, അത് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യും. അത് ആരായാലും എല്ലാവരും ലക്ഷ്യം വെക്കാം. ആരെ ലക്ഷ്യം വെച്ചുകൂടാതെ? രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം. ആ ലക്ഷ്യം വെക്കുന്നത് ആരാണെന്നുള്ളതാ ചോദ്യം. ആരാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം. ആരാ? കൂലിക്ക് പണിയെടുക്കുകയാണ്. അതാണ്, കൂലിപ്പണിയാണ്, BJPക്ക് വേണ്ടിയാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനും നേതാക്കന്മാർക്കും എതിരായിട്ട് വരാത്തതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ടല്ലോ വി ഡി സതീശനും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതിലൊന്നും കീഴടങ്ങുന്ന പാർട്ടിയും പ്രസ്ഥാനവും ജനങ്ങളും അല്ല കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. സമാധാനിപ്പിക്കാൻ കൂടിയാണെന്ന്. അത് മാത്രമായിട്ടല്ല ഞാൻ പറഞ്ഞു. സതീശൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പിടിക്കാത്തതെന്ന്. അപ്പോൾ ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരിക. അപ്പോൾ അതാരെ സമാധാനിപ്പിക്കാനാ? വരട്ടെ, അതും വരട്ടെ. കേസ് അല്ലേ വരാൻ പോകുന്നത്, അന്വേഷിക്കട്ടെ. അല്ല, ഇത് അസംബ്ലിയിൽ തന്നെ ഉന്നയിച്ചതാണല്ലോ. ഇത് സെൻട്രൽ ഏജൻസികളെ എല്ലാ കാലത്തും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ സെൻട്രൽ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്നാണ് ഞങ്ങൾ ഇതേവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയില്ല, പണം ഉണ്ടാക്കാൻ, കട്ട് മുടിക്കാൻ കോടാനുകൂടി ഉറപ്പിക്കുക. ഒന്നും മിണ്ടാട്ട്. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി. എന്ത് കിട്ടേണ്ടതാ കള്ളപ്പണക്കാരൻ്റെ? This is now become a convenient fig leaf for parties who are caught with corruption to defend themselves. Where does it say how does it say that if there are elections, corruption should not be investigated? I mean, I don't know what law book the CPM is reading. Corruption is an important issue. Our party is very clear. We do not tolerate, we have a zero tolerance to corruption, political corruption. And the investigative agencies will do their responsibility, do their duty. Well, that's all for now, but news and updates continue here on CNN News 18. Thanks for watching.